السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. പ്രിയമുള്ള സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാൻ ഇന്ന് 14-ാമത്തേതാണ്. ഇതുവരെ നാം അനുഷ്ഠിച്ച എല്ലാ നോമ്പുകളും, നാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച എല്ലാ അഅ്മാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഹസനിയയുടെ ക്യാമ്പയിൻ വാഹത്തുൽ ബറക്കാത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹദീസ് സംബന്ധമായ ചില വിഷയങ്ങൾ, അതാണല്ലോ ഞാൻ സംസാരിക്കേണ്ടത്. മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലെ വലിയ പ്രമുഖനാണ്. അദ്ദേഹം പറയുകയുണ്ടായി, 4000 ഹദീസ് അതിങ്ങനെ ഞാൻ കണ്ടെത്തി. അതിൽ 400 ഹദീസ് എടുത്തു. 400 ഹദീസുകളിൽ നിന്ന് അതിനെ ഷോർട്ട് ചെയ്ത് 40 ഹദീസ് എടുത്തു. 40 ഹദീസുകളിൽ നിന്ന് ഷോർട്ട് ചെയ്ത് 4 ഹദീസുകൾ എടുത്തു. ആ 4 ഹദീസുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം ഷോർട്ട് ചെയ്ത ഹദീസുകൾ ഓരോ ഹദീസും വലിയ ആശയമുള്ളതാണ്. ഒന്നാമത്തെ ഹദീസ് താൻ തെരഞ്ഞെടുത്തത് അവ്വലുഹ ലാ തഅഖുദ് ഖൽബക മഅൽ മർഅ ഫഇന്നഹ അൽ-യൗമ ലക വഗദൻ ലിഗൈരിക ഫഇൻ അത്ലഅതഹ അദ്ഖലത്ക അൻ-നാർ. പരിശുദ്ധമായ റമദാനിന്റെ തിരക്കിലാണ്. ലോക്ക്ഡൗൺ ആണ് ഇപ്പോൾ. എന്നിരുന്നാൽ തന്നെയും വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിന്റെ താളം വളരെ തെറ്റിയിട്ടുണ്ട്. റംസാൻ അവസാനമായി കഴിഞ്ഞാൽ പർച്ചേസിങ്ങിന്റെ സമയമാണ്. വീട്ടിലെ ആളുകളൊക്കെ വീട്ടിലിരുന്ന് വീട്ടിലുള്ള കുട്ടികളും പെണ്ണുങ്ങളൊക്കെ പുറത്തുപോയി പർച്ചേസ് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ മഹാനായ സുൽത്താനുൽ ഉലമ ഇന്നലെ തന്നെ അത് പ്രസംഗത്തിൽ വളരെ വ്യക്തമായി പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ പുറത്തിറക്കുന്ന ഒരു പർച്ചേസിങ് ഈ റമദാനിൽ നാം നടത്തരുത്. മാനസികമായി വളരെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് സംബന്ധമായി സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഷഖീഖുൽ ബൽഖി തങ്ങൾ 4000 ഹദീസുകളിൽ നിന്ന് സെലക്ട് ചെയ്തൊരു ഹദീസ്. ലാ തഅഖുദ് ഖൽബക മഅൽ മർഅ, നിന്റെ മനസ്സ് സ്ത്രീയോടൊപ്പം ഉടക്കി വെക്കരുത്. ഒരു സ്ത്രീയിൽ ആകൃഷ്ടനായി അല്ലെങ്കിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവൾക്ക് വേണ്ടി എന്തും ചെയ്യുക, ഏത് യോഗ്യനായ പുരുഷനാണെങ്കിലും അവൾക്ക് വേണ്ടി അടിമവേല ചെയ്യുക, അത്യാദി ഒരു സ്വഭാവത്തിൽ നിന്റെ മനസ്സിനെ സ്ത്രീയുമായി നീ ഉടക്കി നിർത്തരുത്. ഫഇന്നഹൽ യൗമ ലക വഗദൻ ലിഗൈരിക, ഇന്ന് നീ ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇന്ന് നിനക്ക് അനുഗുണമായി അവൾ ഒരു പക്ഷേ നിന്നേക്കാം, നാളെ മറ്റൊരാൾക്ക് ആയിത്തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൽ വല്ലാതെ മനസ്സുടക്കരുത്. ഫൈൻ അത്ലഅതഹ അദ്ഖലത്ക അൻ-നാറ, അവളെ വല്ലാതെ പൊന്തിച്ച്
അവൾക്ക് വേണ്ടുന്ന അംഗീകാരം നൽകേണ്ടുന്ന അംഗീകാരത്തിന്റെ അപ്പുറം നീ അവൾക്ക് അംഗീകാരം നൽകുകയാണെങ്കിൽ അദ്ഖലത്ക നാറ, നിന്നെ നരകത്തിൽ അവൾ കടത്തും. അപ്പോൾ സ്ത്രീകളെ സൂക്ഷിക്കേണ്ടുന്ന സ്ഥലത്ത് സൂക്ഷിക്കണം. അവർക്ക് വലിയ പരമാധികാരം കൊടുത്ത് എന്തിനും അവളുടെ അഭിപ്രായം ആരാഞ്ഞ് അവളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവൾക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ള ഒരു അവസ്ഥാവിശേഷം ശരിയല്ല. അങ്ങനെ അവളെ പൊന്തിച്ചു കഴിഞ്ഞാൽ അദ്ഖലത്ക നാറ, നിന്നെ നരകത്തിൽ കടത്തും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ. അതുകൊണ്ട് വീട്ടിലെ പെണ്ണുങ്ങൾ, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, പ്രത്യേകിച്ച് കൂടുതൽ കുടുംബവുമായി അടുക്കാനും ബന്ധപ്പെടാനൊക്കെ അവസരം കിട്ടിയതാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അതിലകപ്പെട്ടുകൊണ്ട് അവൾക്ക് വേണ്ടി അടിമവേല ചെയ്യുന്ന, അവളോടൊപ്പം മനസ്സിനെ ഉടക്കി നിർത്തുന്ന ഒരു അവസ്ഥാവിശേഷം നാം വർജിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ നമ്മെ പഠിപ്പിച്ചു. രണ്ടാമത്തെ ഹദീസിൽ ലാ തഅഖുദ് ഖൽബക മഅൽ മാൽ ഫഇന്നൽ മാല ആരിയത്തുൻ അൽയൗമ ലക വഗദൻ ലിഗൈരിക. അതുപോലെ തന്നെ വലിയൊരു സമ്പത്തുണ്ട്, അതുമ്മ വല്ലാതെ മനസ്സ് ഉടക്കി നിർത്താൻ പാടില്ല. ഫൈനൽ മാല, സമ്പത്ത് ആരിയത്തുൻ, അത് ഒഴിഞ്ഞു പോകും. ഇന്ന് നിനക്കാണ്, നാളെ മറ്റൊരാൾക്കാണ്. അതുകൊണ്ട് നിന്റെ മനസ്സിനെ വല്ലാതെ അതിൽ ഉടക്കി നിർത്തിയാൽ നിനക്ക് സമാധാനം ഉണ്ടാവുകയില്ല. ഫലാ തുതഅബ് നഫ്സക ബിമാ ലിഗൈരിക. അതുകൊണ്ട് നിന്റെ ശരീരത്തെ നീ വല്ലാതെ കഷ്ടപ്പെടുത്തരുത്. ബിമാ ലിഗൈരിക, മറ്റാളുകൾക്കുള്ളത് കൊണ്ട്. ഊണും ഉറക്കവുമില്ല കഠിനാധ്വാനം ചെയ്ത് വെയിലും മഴയും വെളിച്ചവും വെള്ളവും ഒന്നും നോക്കാതെ ജീവിതത്തിൽ 24 മണിക്കൂറും കഷ്ടപ്പെടുക. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നീ അതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് പോകേണ്ടി വരും. നിന്റെ ആവശ്യത്തിന് വേണ്ടി, നിനക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ വിലപ്പെട്ട സമയം വിനിയോഗിക്കുന്നതിലപ്പുറം നീ കൈയൊഴിച്ചു പോകുന്ന ഒരു വസ്തുവിന് വേണ്ടി നിന്റെ സമയം, നിന്റെ അധ്വാനം, നിന്റെ ആരോഗ്യം അതൊക്കെ നഷ്ടപ്പെടുത്തുന്ന ബുദ്ധിപരമാണോ? ഫഇന്നൽ മുഹന്നഅ ലിഗൈരിക വൽ വിസ്റു അലൈക. നീ തയ്യാർ ചെയ്ത് വാരിക്കൂട്ടി സമ്പാദിച്ചതൊക്കെ മറ്റാളുകൾ ഉപകരിക്കുകയും അതിന്റെ കണക്കുകളൊക്കെ നീ ബോധിപ്പിക്കുകയും ചെയ്യേണ്ടി വരും. കോടാനകോടി, മില്യൺ കണക്കിൽ, ട്രില്യൺ കണക്കിൽ നീ സമ്പാദിക്ക. സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവൻ പറയാണ്, ഇതാ ഇനിയിപ്പോ അടുത്ത് ലോഞ്ച് ചെയ്യാണ് 201ാമത്തത്. കമ്പനിക്കാര് പറയാണ്, ഇതാ പുതിയ ഗ്രൂപ്പ്. ഇങ്ങനെ സമ്പത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി മനസ്സ് തയ്യാർ ചെയ്ത് അതിനു വേണ്ടി നിന്റെ മനസ്സിനെ നഷ്ടപ്പെടുത്തി ആകെ നീ തയ്യാർ ചെയ്യുന്നത് അതിന്റെ കണക്ക്, അതിന്റെ ഹിസാബ്, അതിന്റെ അക്കൗണ്ട്, അത് നീ പറയേണ്ടി വരും. മറ്റാളുകൾ അത് ഉപയോഗിക്കും, അക്കൗണ്ട് നീയും പറയേണ്ടി വരും. അതുകൊണ്ട് നീ വളരെ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ഫലാ തുതഅബ് നഫ്സക ബിമാ ലിഗൈരിക. നിനക്കല്ല, മറ്റാളുകൾക്കാണ് അതുകൊണ്ട് നേട്ടം. അതിനുവേണ്ടി നിന്റെ ശരീരത്തെ നീ വല്ലാതെ പീഡിപ്പിക്കരുത്. ഫഇന്നൽ മുഹന്നഅ, തയ്യാർ ചെയ്യപ്പെട്ടതെല്ലാം ലിഗൈരിക, മറ്റാളുകൾക്കുള്ളതായിരിക്കും. വൽ വിസ്റ അലൈക, കുറ്റം നിനക്കുമാണ്. എന്തിനിതെല്ലാം ചെയ്തു എന്ന് ചോദിച്ചാൽ, കള്ളക്കണക്ക് എഴുതി, പലിശ വാങ്ങി, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത്, ബാങ്കിന് ഇരട്ടി പലിശയായി, അങ്ങനെ മാർക്കറ്റുകൾ വിപുലീകരിക്കുകയാണ്, കമ്പനികൾ സ്ഥാപിക്കുകയാണ്, ഓടിയെടുക്കുകയാണ്. അങ്ങനെ കൂട്ടി വലിയ മില്യൺ കണക്കിൽ, ട്രില്യൺ കണക്കിൽ വലിയ മില്യനറായി, വലിയ കച്ചവടക്കാരനാണ്. എന്നിട്ടോ ഒരു സുപ്രഭാതത്തിൽ കാക്കാശ്, ചില്ലിക്കാശ് പോലും കൈപ്പിടിക്കാതെ നീ അതെല്ലാം വിട്ടെറിഞ്ഞു പോവുകയാണ്. അങ്ങനെ നീ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് എന്താ നേട്ടം? കുറ്റം നിനക്കും. അതെല്ലാം ശേഖരിച്ച് മറ്റുള്ളവർക്കാണ് അതുകൊണ്ടുള്ള നേട്ടം. ഇന്നക ഇദാ അഖദ്ത ഖൽബക ബിൽ മാലി മനഅതഹു മിൻ ഹഖില്ലാഹി തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിന്റെ മനസ്സിനെ പണത്തിനോട് നീ കൂട്ടിക്കെട്ടിയാൽ അള്ളാഹുവിന്റെ ഹക്ക് ബാധ്യത നിർവഹിക്കാൻ നിനക്ക് സമയം ലഭിക്കുകയില്ല. വദഖല ഫീക ഖശിയത്തുൽ ഫഖ്രി വഅതഅത ശൈത്താൻ. മാത്രമല്ല, നിന്റെ ബിസിനസ്സിന് വല്ല ഓറലും സംഭവിക്കുമോ, എനിക്ക് ദാരിദ്ര്യം വരുമോ, പിന്നെ അതായിരിക്കും ചിന്ത. വഅതഅത ശൈത്താൻ,
നീ പിശാചിനിക്ക് വഴിപ്പെടും, നിന്റെ മനസ്സ് തന്നെ മാറും, നിനക്ക് സ്വസ്ഥത ലഭ്യമാവൂല. പടച്ചോനെ, ലോക്ക്ഡൌൺ ആണ് ഇപ്പോൾ, കമ്പനിക്ക് ഇപ്പോൾ കിട്ടുന്ന ടേൺ ഓവർ ചുരുങ്ങിയാൽ എന്തായിരിക്കും? വളരെ കുറവാണല്ലോ, ബിസിനസ് കുറവാണ്, ഫാക്ടറി ഇപ്പോൾ ഉൽപാദനമില്ല. ഇങ്ങനെ എപ്പോഴും സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം, അത് നമ്മുടെ മനസ്സിനെ അതിനുവേണ്ടി കൂട്ടിക്കെട്ടിയത് കൊണ്ടാണ്. മറിച്ച് അത് നീങ്ങിപ്പോകുന്ന ഒരു നിഴലാണ്. തൽക്കാലം ഇപ്പോൾ ഈ നിഴൽ എന്റെ തലയിൽ വന്ന് എനിക്ക് തണലിടുന്നു, അല്പം കഴിയുമ്പോൾ ഒരു ഏതാനും നിമിഷങ്ങൾക്കകം അത് നീങ്ങിപ്പോകും എന്നുള്ള പരുവത്തിൽ ആ പണത്തിനോട്, സമ്പത്തിനോട് മനുഷ്യന്റെ ബന്ധം നൈമിഷികമാണെന്ന് മാത്രം കരുതി അവൻ വെച്ചാൽ അവന് സമാധാനം ഉണ്ടാകും. മൂന്നാമത്തെ ഹദീസ്, മഹാനായ ഷഖീഖുൽ ബൽഖി തെരഞ്ഞെടുത്ത ഹദീസ്, ഉത്റുക് മാ ഹാക ഫീ സദ്രിക, നിന്റെ മനസ്സിൽ സംശയമുണ്ടാക്കുന്ന ഏതെല്ലാം വിഷയങ്ങൾ വന്നോ അതൊക്കെ വിട്ടുകളെ. നിന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഫഇന്ന ഖൽബൽ മുഅ്മിനി ബിമൻസിലത്തി ഷാഹിദ് യൽതരിബു ഇൻദ ശുബ്ഹ വയഹ്റുബു മിനൽ ഹറാം വയസ്കുനു ഇൻദൽ ഹലാൽ. മനസ്സിൽ ഒരു ചെറിയ സംശയം തോന്നിയാൽ അത് വിട്ടുകളയണം. കാരണം എന്താ? ഫഇന്ന ഖൽബൽ മുഅ്മിനി, വിശ്വാസിയുടെ മനസ്സ് ബിമൻസിലത്തി ഷാഹിദി, സാക്ഷിയുടെ സ്ഥാനത്താണ്. അപ്പൊ വിശ്വാസിയുടെ മനസ്സിൽ അത് മോശമാണെന്ന് തോന്നി വരികയാണെങ്കിൽ അത് ശരിയാണ്, ദൃക്സാക്ഷിയാണ്. യൽതരിബു ഇൻദ ശുബ്ഹത്തി വയഹ്റുബു മിനൽ ഹറാം, ശുബ്ഹത്ത് കലർപ്പുള്ള സാധനം വരുമ്പോൾ വിശ്വാസിയുടെ മനസ്സ് ഇങ്ങനെ പിടപെടും. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ ഒരു വേണ്ടാവൃത്തി കണ്ടാൽ വേണ്ടാവൃത്തി ചെയ്യണം, അല്ലെ വേണ്ടാവൃത്തി ദർശിക്കുകയാണെങ്കിൽ ഓന്റെ മനസ്സിൽ അതിനെ സംബന്ധിച്ചൊരു ശുബ്ഹത്ത് ഉണ്ടാവും, കലർപ്പുണ്ടാവും. ആ കലർപ്പ് വരുമ്പോൾ മനസ്സിലാക്കാം അത് ശരിയല്ല, അത് ഒഴിവാക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ ഒരു സാധനം കിടക്കുന്നുണ്ട്, നല്ല മുന്തിയ സാധന, അതിങ്ങനെ എടുത്തു. ഇതിപ്പോ ഇട്ട് പോകാൻ തോന്നുന്നില്ല, ഏതായാലും മനസ്സിൽ കണ്ടിട്ട് ഇട്ട് പോകാൻ തോന്നുന്നില്ല, പക്ഷെ എടുക്കണോ വേണ്ടത്, എടുക്കാതിരിക്കണോ വേണ്ടത്? അങ്ങനെ മനസ്സിലൊരു ശുഭ്രത്ത് വന്നാൽ വിട്ടുകളയണം. വിശ്വാസിയുടെ മനസ്സ് അത് ഷാഹിദാണ്, അതില് അവ്യക്തമായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല, ഒക്കെ വ്യക്തമായതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉത്റുക് മാ ഹാക ഫീ സദ്രിക, നിന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമുള്ളതായി തോന്നിയാൽ അതിനെ വിട്ടുകളയണം. ഫഇന്ന ഖൽബൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് ബിമൻസിലത്തി ഷാഹിദി, ഷാഹിദിന്റെ സ്ഥാനത്താണ്, സാക്ഷിയുടെ സ്ഥാനത്താണ്. യൽതരിബു ഇൻദ ശുബ്ഹ, ശുബ്ഹത്തിന്റെ സന്ദർഭത്തിൽ അതിന് ഒരു ചാഞ്ചല്യം ഉണ്ടാവും. വയഹ്റുബു മിനൽ ഹറാം, ഹറാമിനെ കാണുമ്പോൾ ഓടും. വയസ്കുനു ഇൻദൽ ഹലാൽ, ഹലാലിന്റെ അള്ളാഹു അനുവദിച്ച വിഷയങ്ങൾ വരുമ്പോൾ അവിടെ മനസ്സിന് സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. അപ്പോൾ നിന്റെ പ്രവൃത്തി നിനക്ക് തന്നെ സ്വയം നിരൂപണം നടത്താനും, നിനക്ക് തന്നെ സ്വയം നിരീക്ഷണം നടത്താനും, നിനക്ക് തന്നെ സ്വയം നിന്റെ പ്രവൃത്തിയെ അതിന്റെ ശരാശരിയുടെ റിസൾട്ട് കണ്ടെത്തുവാനും നിന്റെ മനസ്സുകൊണ്ട് തന്നെ നിനക്ക് സാധിക്കും. വിശ്വാസിയുടെ മനസ്സ് ഷാഹിദാണ്. യഥാർത്ഥമായ സ്ക്രീൻ വിശ്വാസിയുടെ മനസ്സാണ്. നിന്റെ മനസ്സിലിട്ട് ഒരു വിഷയത്തെ ശരിക്ക് പാകപ്പെടുത്തി നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞ അതാണല്ലോ, വിശ്വാസിയുടെ മനസ്സ് അത് ചാഞ്ചല്യമുള്ള അൽ ഖൽബു ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ, മനുഷ്യ മനസ്സ് അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്ക് ഇടയിലാണ്. ഹദീസിൽ പറയുന്നു, ഖല്ലിബു കൈഫ ശാ, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും. പക്ഷേ അപ്പോഴും വിശ്വാസിയുടെ മനസ്സിൽ മോശമാണ്, അനുവദനീയമല്ല, മ്ലേച്ഛമായതാണെന്ന് തോന്നുകയാണെങ്കിൽ അത് വിശ്വാസിയുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, നിന്നെ സംശയിപ്പിക്കുന്ന വിഷയം എന്തെങ്കിലും വന്നാൽ അത് വിട്ടുകളയണം. ഇലാ മാലാ യരീബുക, നിന്നെ സംശയിപ്പിക്കാത്ത വിഷയത്തിലേക്ക് വിട്ടുപോകണം. നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ വ്യവഹാരങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ജീവിത സന്ധാരണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും
ഹലാലാണോ ഹറാമാണോ, അനുവദനീയമാണോ അനുവദനീയമല്ലേ എന്നൊക്കെ ചില അവ്യക്തമായ ചില വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉടഞ്ഞുകൂടുന്നത് കാണാം. അവിടെ നമുക്ക് സംശയമുള്ള വിഷയമാണെങ്കിൽ അത് വിട്ടുകളയണം. അത് ആദർശത്തിന്റെ വിഷയത്തിലാണെങ്കിലും ശരി, അമലിന്റെ വിഷയത്തിലാണെങ്കിലും ശരി, വിശ്വാസത്തിന്റെ വിഷയത്തിലാണെങ്കിലും ശരി, ആചാരങ്ങളുടെ വിശ്വാസത്തിലാണെങ്കിലും ശരി, സംശയമില്ലാത്ത വിഷയം സുദൃഢമായി നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ അതെടുത്താൽ നമ്മൾ നല്ല ഉറച്ച ഭൂമിയിലാണ് നിൽക്കുക. അപ്പൊ പിന്നെ കാലിടറൂല. അല്ലാത്ത സമയത്താണ് കാലിടറുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉത്റുക്ക് മാഹാക ഫീ സദ്രിക, നിന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമുള്ള ഒരു കാര്യമാണോ നീ ചെയ്യുന്നത് എന്ന് തോന്നിയാൽ അതിനെ നീ വിട്ടുകളയണം. ഏത് വിഷയങ്ങളാണെങ്കിലും ശരി, ആദർശപരമായ വിഷയങ്ങളാണെങ്കിലും ശരി. ഉദാഹരണം, ഇപ്പോ നമുക്ക് തോന്നാണ് മുമ്പ് ഹലാലായിരുന്ന വിഷയങ്ങളൊക്കെ ഇപ്പൊ പുതിയതായിട്ട് നമുക്ക് സംശയമുളവായി വരികയാണ്. അവിടെ ഹലാലാണെന്ന് സുദൃഢമാവുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ അത് നമുക്ക് ചെയ്തുകൊണ്ട് ഈ സംശയം ഉള്ള വിഷയങ്ങളെ നമുക്ക് വർജിക്കാൻ പറ്റും. ആദർശത്തിന്റെ വിഷയത്തിലും അമലിന്റെ വിഷയത്തിലും ആചാരത്തിന്റെ വിഷയത്തിലൊക്കെ അത് ധാരാളമുണ്ട്. ഞാനിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് സമയം നീട്ടിക്കളയാൻ ഉദ്ദേശിക്കുന്നില്ല. വറാബിഉ, നാലാമത്തെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസുകളിൽ നിന്ന് മഹാനായ ഷഖീഖുൽ ബൽഖി തങ്ങൾ തിരഞ്ഞെടുത്ത നാലാമത്തെ ഹദീസ്, ലാ തഅമൽ ഷൈഅൻ ഹത്താ തഹ്കുമൽ ഇജാബ. ഒരു സാധനവും നീ അമൽ ചെയ്യരുത്, ഹത്താ തഹ്കുമൽ ഇജാബത്തു, ഇജാബത്തിനെ നീ വിധിക്കുന്നത് വരെ. എന്തെങ്കിലും ഒരു അമൽ ചെയ്ത പടച്ചോപ്പ കബൂൽ ചെയ്തു എന്ന് കരുതി ഇരിക്കാൻ പാടില്ല. നമുക്കെങ്ങനെ അത് ഇജാബത്തിനെ ഉറപ്പിക്കാൻ സാധിക്കാം? അള്ളാഹുവിന് മറുപടി തരും എന്ന് ഉറപ്പിക്കാൻ സാധിക്കുക എങ്ങനെ? അപ്പൊ അത് മാക്സിമം അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യണമെങ്കിൽ മാക്സിമം എല്ലാ ന്യൂനതയിൽ നിന്നും ഒഴിവാക്കി പ്യൂറായിട്ട് നമ്മൾ സമർപ്പിക്കുന്നുണ്ട് എന്ന് ബോധ്യാകണം. അപ്പോഴേ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കും, നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ആ നോമ്പ് അള്ളാഹു സ്വീകരിക്കും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ തന്നെയും അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഉറപ്പിക്കണമെങ്കിൽ നമ്മുടെ കഴിവിന്റെ മാക്സിമം അതിനെ കുറ്റമറ്റതായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും കുറ്റമറ്റതാണ് എന്ന് നമ്മുടെ മനസ്സിൽ കുറ്റമില്ലെന്ന് തോന്നുന്ന നിലയിൽ അതിനെ നാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇതാണ് മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തങ്ങൾ തെരഞ്ഞെടുത്ത 4000 ഹദീസുകളിൽ നിന്ന് മഹാനവറുകൾ തെരഞ്ഞെടുത്ത ഹദീസ് ഇതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒറ്റ ഹദീസാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹദീസ്. നാം സംസാരിക്കുന്നത് ലാ തഅഖുദ് ഖൽബക മഅൽ മാൽ ഫഇന്നൽ മാല ആരിയത്തുൻ അൽ യൗമ ലക വഗദൻ ലിഗൈരിക എന്ന രണ്ടാമത്തെ ഹദീസാണ്. മനുഷ്യന്റെ ആശ, ആഗ്രഹം, സമ്പത്തിനുള്ള പ്രതിപത്തി, അത് ഈ ഹദീസിൽ പ്രത്യേകം എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ആശ, ഹിർസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വന്ന് നേരെ ഒരു വര വരച്ച്, നീണ്ട വര, ക്രോസ് ആയിട്ട് ഒരുപാട് വരകൾ വരവരച്ചിട്ട് ഈ നീണ്ട വര എന്നെ ക്രോസ് ചെയ്യുന്ന വിലങ്ങനെയുള്ള നീളത്തിലുള്ള വര, ആ വരനെ മുറിച്ചിങ്ങനെ പോവുകയാണ് വിലങ്ങനെയുള്ള വര. അങ്ങനെ പോയിട്ട് നോക്കുമ്പോഴും നീണ്ട വര പിന്നെയും ആദ്യം വരച്ച ഒറ്റ വര, ലോങ് ആയിട്ട് വരച്ച വര പിന്നെയും പുറത്തു നിൽക്കുന്നു. ഈ വരകൾ കാണിച്ചു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഞാനിപ്പോൾ വരച്ചത് എന്താണ്? എൻ്റെ മുന്നിലുള്ള ഈ നീണ്ട വര മനുഷ്യന്റെ അമലാണ്. ക്രോസ് ചെയ്തിട്ട് ഞാൻ വരച്ച വര അത് മനുഷ്യന്റെ അജലാണ്. മനുഷ്യന്റെ അജല് അവധി തീർന്നാലും മനുഷ്യന്റെ അമല് വളരെ നീണ്ടുപോകുന്നു. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യന്റെ അമല്, ആഗ്രഹമുണ്ടല്ലോ, ആഗ്രഹത്തിനെ നിങ്ങൾ ചുരുക്കണം. ആഗ്രഹം തീരുന്നതിന്റെ മുമ്പ് തന്നെ
നമ്മുടെ ആയുസ് ചുരുങ്ങിപ്പോവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് വിലപ്പെട്ട നമ്മുടെ സമയം കേവല ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നാം വിനിയോഗിക്കാൻ പാടില്ല. എപ്പോഴാണ് മരണം നമ്മെ വന്ന് പിടികൂടുക എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ നമുക്ക് മരണം വന്ന് പിടികൂടിയാൽ മരണത്തിന്റെ സന്ദർഭത്തിൽ നാം എന്തെങ്കിലും ആശിച്ചു പോയി അന്നേരത്ത് നമുക്കത് ഉപകരിക്കുകയില്ല. നമുക്ക് കിട്ടുന്ന സമയം അൽഹംദുലില്ലാ, ഇപ്പോൾ കാര്യം എന്താണെങ്കിലും ശരി വളരെ വിഷമിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും നമുക്ക് അൽഹംദുലില്ലാ പരിശുദ്ധമായ റമദാൻ വന്നിരിക്കുകയാണ്. ലോക്ക്ഡൗൺ വളരെ നമ്മുടെ സമയത്തിനെ എത്രയോ കാലം ജീവിച്ച് നമുക്ക് ലഭിച്ച ഈ സമയം വളരെ ശാന്തമായ സമയം, ഇത് നാം ഉപയോഗപ്പെടുത്തിയാൽ അൽഹംദുലില്ലാ ജീവിതത്തിൽ 10, 50, 60, 70 വയസ്സ് ജീവിച്ച നമുക്ക്, തിരക്ക് പിടിച്ച നമുക്ക് ഇതുപോലത്തെ ഒരു സമയം ലഭ്യമായിട്ടുണ്ടാവില്ല. എല്ലാ കൊല്ലവും റമദാൻ വരാറുണ്ട്, പക്ഷെ അപ്പോഴും നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് നടക്കുക. ഇപ്പൊ ഈ കൊല്ലത്തെ റമദാൻ അൽഹംദുലില്ലാ ആഖിറത്തിലേക്ക് മുതൽ കൂട്ടാൻ പറ്റിയ സമയമാണ്. അത് ഉപയോഗപ്പെടുത്തി അൽഹംദുലില്ലാ ഈ മഹാമാരി വന്നത് നമുക്ക് ഗുണമാണ്. അത് അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് എന്ത് വിപത്ത് സംഭവിച്ചാലും അതവന് ഗുണമായിട്ടേ വരികയുള്ളൂ എന്ന മായുസീബുൽ മുഅ്മിന നസബുൻ വലാ വസബുൻ. ഒരു മുഅ്മിനായ മനുഷ്യന് എന്ത് പ്രയാസങ്ങൾ സംഭവിച്ചാലും അതവന് വളരെ ഗുണമായിട്ടേ പ്രതിഫലിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ മഹാമാരിയിൽ വന്ന ഈ ലോക്ക്ഡൗൺ ഇത് നമുക്ക് നാളെ മഹ്ശറയിൽ ഏറ്റവും അനുഗുണമായ ഒരു സമയമായി നാം വിനിയോഗിക്കണം. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ബിസിനസ് നിർത്തിവെച്ചിരിക്കുകയാണ്, മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹെർസും ആഗ്രഹവും ഒക്കെ ഒന്ന് ഉപേക്ഷിച്ച് നാളെ പാരത്രികമായ ജീവിതത്തിന് എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കിട്ടിയ ഏറ്റവും പറ്റിയ സമയമാണെന്ന് കരുതി നമ്മുടെ തൗബയും ഇബാദത്തുകളും ഒക്കെ വർദ്ധിപ്പിച്ച് നമ്മുടെ ഈ സമയം ധന്യമാക്കാനും, ലോക്ക്ഡൗൺ ലോകത്ത് അള്ളാഹു വിതച്ച ഈ മഹാമാരി നമുക്കൊരു അനുഗ്രഹമാണ് മാക്കി തീർക്കാനും നാം ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് മറ്റൊരു വേദിയിൽ നമുക്ക് സന്ധിക്കാം. വഇലാ ലിഖാഇൻ ആഖർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.